ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. മധുരക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതിൻ്റെ വേറൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ. സാധാരണഗതിയിൽ നമ്മളൊന്നിൽ കപ്പയൊക്കെ വേവിക്കുന്ന പോലെ വെള്ളത്തിലിട്ട് അത് വേവിച്ച് ഊറ്റിയെടുക്കും, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ആവിയിൽ അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതേപോലെ, ഞാനിപ്പോൾ 2 കഷ്ണമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാവുന്നതാണ്. അത് വെച്ച് കൊടുത്ത ശേഷം ഒരല്പം വെള്ളം അതിനിടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂടി വെക്കുക. ഞാനിപ്പം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ടാണ് മൂടി വെച്ചത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം വെക്കുക. 5 മിനിറ്റ് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളം എല്ലാം പറ്റി ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒരല്പം, ഒരുപാടൊന്നും വെള്ളം ഒഴിക്കട്ടെ, കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തോളം ഇതേപോലെ അടച്ചു വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരും. ഞാനിത് നിങ്ങളെ മുറിച്ച് കാണിക്കാം എത്രത്തോളം വെന്തു എന്നുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കിഴങ്ങിന്. നമ്മൾ സാധാരണ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെയല്ല, ഇതിനൊരു തരം പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും, ഇപ്പം മധുരക്കിഴങ്ങൊക്കെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പഴയ ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പാൻ മോശമായി പോവുകയൊന്നുമില്ല, എന്നാലും ഇത്ര നേരം ലോ ഫ്ലെയിമിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്